നിങ്ങളുടെ ഭാര്യ അവൾക്ക് വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക, അവൾക്ക് വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത് കാണുന്ന സമയത്ത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇവൾക്ക് ഇത്ര കണ്ണിച്ചോര ഇല്ലാണ്ടായി മാറിയോ എന്നുള്ളത്? ഇതിനിടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവൾ കരച്ചിൽ അവിടെ നിർത്തിയിട്ടുണ്ടാവും, നിങ്ങളോടുള്ള പരാതികൾ പറയുന്നതും നിർത്തിയിട്ടുണ്ടാവും. ഇതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ലൈഫിൽ അവളെ കൂടെ കൂട്ടിയത് എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണോ അതേ രീതിയിൽ തന്നെയാണ് അവൾ നിങ്ങളുടെ ലൈഫിലും കയറി വന്നിട്ടുള്ളത്. അവളുടെ സ്വപ്നങ്ങൾ, അവളുടെ ഡ്രീംസ്, നിങ്ങളോട് കൂടെയുള്ള ഒരു ജീവിതം. പക്ഷേ ഇതെല്ലാം എവിടെയോ നഷ്ടപ്പെട്ടു പോയി അവൾക്ക്. നിങ്ങൾ അവളെ കേൾക്കുന്നില്ല, അവളെ മനസ്സിലാക്കുന്നില്ല, അവളെ അറിയുന്നില്ല എന്നുള്ള ഒരു സ്റ്റേജ് എത്തിയ സമയത്ത് അവൾ കുറേ കരഞ്ഞു നോക്കിയിട്ടുണ്ടാവും, കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും, കുറേ ആർഗ്യുമെൻറ്റ്സ് ചെയ്തിട്ടുണ്ടാവും, കുറേ പരാതികൾ പറഞ്ഞിട്ടുണ്ടാവും. ആ സമയത്ത് നിങ്ങൾ ഇഗ്നോർ ചെയ്ത് അവൾക്ക് വേണ്ടി നിന്നിട്ടുമില്ല. പിന്നീട് അവൾ സ്വയം ഒതുങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവൾ സൈലൻ്റായിട്ട് മാറി, കരച്ചിൽ നിർത്തി, ആർഗ്യുമെൻറ്റ്സ് നിർത്തി, പരാതികളില്ല. ഈ തീരുമാനത്തിൻ്റെ ഉള്ളിലൊരു മീനിങ് എന്താണെന്ന് വെച്ചാൽ ഇനി നിങ്ങളിൽ നിന്ന് ഒരു കാര്യം അവൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അവൾ സ്വന്തമായിട്ട് അവൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളൊരു ഡിസിഷൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിലും ഇനിയും വൈകിട്ടില്ല. അവളുടെ ഡിസിഷൻ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മുന്നിൽ അവൾ കംപ്ലീറ്റ്ലി ഓപ്പൺ ആവാത്ത രീതിയിലാവും എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുന്നേ തന്നെ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ചാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവളെ ഒന്ന് ചേർത്ത് നിർത്താൻ, അവളെ കേൾക്കാൻ, അവളുടെ സ്വപ്നങ്ങൾ കേൾക്കാൻ, അവളെ കൂടെ നിർത്താൻ ആ ചാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യാം. അവൾ തിരിച്ചു വരിക തന്നെ ചെയ്യും. നിങ്ങൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന സമയത്തുള്ള അതേ ഇന്നസെൻറ്റോടെ, അതേ സ്നേഹത്തോടെ.